നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും ചില ഗുരുതരമായ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അന്വേഷണ സംഘവും ബന്ധപ്പെട്ട നിയമപാലകരും ഒക്കെയാണ് പറയേണ്ടത്. പക്ഷേ എങ്കിൽ പോലും ഇത്തരം ഉയർന്നു വരുന്ന ആരോപണങ്ങളെ ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം പല സംശയങ്ങളും നമ്മളൊക്കെ ഇങ്ങനെ ഉന്നയിച്ചതാണ്. യഥാർത്ഥത്തിൽ അത് കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം വാതിൽ തുറന്നിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഭാര്യയോടും മക്കളോടും വരുന്നു എന്ന് പറയുന്നു, അദ്ദേഹം പോകാൻ വേണ്ടി ഇറങ്ങുന്നു, ഒരു സ്ഥലത്ത് യാദൃശ്യമായി വേറൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് അത്ഭുതപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി ബന്ധപ്പെട്ട് പരിയാരം മെഡിക്കൽ കോളേജ് നടത്തിയ ചില കാര്യങ്ങൾ, ഈ പരിയാരത്തെ ദിവ്യയുടെ ഭർത്താവും അതുപോലെ തന്നെ ഈ ടി വി പ്രശാന്തനൊക്കെ അവിടെ ജോലിക്കാരാണ്. ഇതും അവരുടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കാത്തതും ഇൻക്വസ്റ്റ് നടപടി ഇവരെ കാണിക്കാതെ ചെയ്തതും ഒക്കെ സംശയം ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള കേസ് ഉദാഹരണമടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. അതുപോലെ ചുവന്ന ഒരു ബൈക്ക് ഇദ്ദേഹത്തെ പിന്തുടരുന്നു, ഇദ്ദേഹം ഇറങ്ങിയത് മുതൽ എന്നൊക്കെയുള്ള ചില സൂചനകളൊക്കെ പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എന്താണ്? ഇതിൻ്റെയൊക്കെ ഒരു ഗൗരവകരം അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്തായിരിക്കും? പാർത്ഥൻ, ഇത് നമുക്കൊരു കൊലപാതകമാണ് എന്ന് പറയാൻ നമ്മളിൽ തെളിവൊന്നുമില്ല. കാരണം ആ തെളിവുകളൊക്കെ ആരൊക്കെയോ ചേർന്ന് നശിപ്പിക്കപ്പെട്ടു. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ, നമ്മളിപ്പോൾ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ഒരു കയർ തൂങ്ങിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, പ്ലാസ്റ്റിക് കയർ എന്ന് പറയുന്നു. ആ കയർ എവിടെ നിന്ന് വാങ്ങിയതാണ്? ആ കയർ വാങ്ങി ഏതെങ്കിലും കടക്കാരൻ ഇതുവരെ രംഗത്ത് വന്നിട്ടുണ്ടോ? എൻ്റെ കടയിൽ നിന്നാണ് കയർ വാങ്ങിയത്. മുനീശ്വർ കോവിലിൽ നിന്ന് അദ്ദേഹം ഓട്ടോ പിടിച്ചു എന്ന് പറയുന്നു. ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരൻ ഇതുവരെ രംഗത്ത് വന്നിട്ടുണ്ടോ അദ്ദേഹം എൻ്റെ ഓട്ടോറിക്ഷയിലാണ് കയറിയതെന്ന്? മുനീശ്വർ കോവിലിൽ അദ്ദേഹം കാസർഗോഡ് നിന്ന് വന്ന ഒരു കൂട്ടുകാരനെ കാണാൻ ഇറങ്ങിയെന്ന് പറയുന്നു. ഏത് കൂട്ടുകാരൻ? അദ്ദേഹത്തിന് പരിചയമുള്ള കൂട്ടുകാരൻ എന്തിനാണ് മുനീശ്വർ കോവിലിന് മുന്നിൽ വന്ന് നിന്ന് അദ്ദേഹത്തെ കണ്ടത്? അത്രമാത്രം രഹസ്യമായി സംസാരിക്കാൻ ഇവർക്ക് എന്താണുള്ളത്? മാത്രമല്ല, ഈ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ നവീൻ ബാബു യാത്രയപ്പിന് ശേഷം രാവിലെ 5:30ക്കും 6 മണിക്കും ഇടയ്ക്കാണ് തൂങ്ങി മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായി പറയപ്പെടുന്നു. 6 മണിക്ക് ഇടയിൽ. അതുവരെ അദ്ദേഹം എവിടെയായിരുന്നു? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ആരാണ് ഉത്തരം പറയേണ്ടത്? PP ദിവ്യ എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരുന്ന് ഒരു ലോക്കൽ മാധ്യമത്തെ വിളിച്ചുകൊണ്ട് വന്ന് ഇദ്ദേഹത്തെ അവഹേളിച്ച് അപമാനിച്ച് മാനസികമായി തകർത്ത്, അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം കളക്ടറുടെ റൂമിലെത്തി തനിക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്നതായി കളക്ടർ പറയുന്നു. കളക്ടറെ വിശ്വസിക്കാൻ ഇതുവരെ നമുക്ക് സാധിക്കുന്നില്ല. കളക്ടർ പറയുന്നതൊന്നും സത്യമല്ല എന്നുള്ളത് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം. അവർ മൊഴി കൊടുത്തപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. കളക്ടർ നവീൻ ബാബു തന്നെ വന്ന് യാത്രയപ്പിന് ശേഷം കണ്ടു എന്ന് പറയുന്നത് കെട്ടിച്ചമച്ചതാണ്. നവീൻ ബാബുവിന് കളക്ടറുമായി യാതൊരു തരത്തിലുള്ള ആത്മബന്ധവുമില്ല. അത് വെറുതെ കള്ളം പറയുന്നതാണ്. ആ ചുവന്ന ബൈക്ക്, അദ്ദേഹത്തെ പിന്തുടർന്ന ചുവന്ന ബൈക്ക് CCTV വഴി കണ്ടെത്താൻ പോലീസ് ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ട്രെയിനിൽ കയറി രാവിലെ 5 മണിക്ക് വിളിക്കാൻ വരണമെന്ന് മകളോട് ഫോൺ വിളിച്ച് പറഞ്ഞ അദ്ദേഹം എന്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയില്ല, ട്രെയിനിൽ കയറിയില്ല? അപ്പോൾ എവിടെയോ ഇരുന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു. പലരും പറയുന്നത് അടിച്ചു കൊന്ന് കെട്ടി തൂക്കിയെന്നാണ്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, ആരോപണം എത്രത്തോളം ശരിയാണ്, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ നവീൻ ബാബു എന്ന് പറയുന്ന ADMനെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെങ്കിലും അതൊരു കൊലപാതകത്തിന് തുല്യമാണ്. അദ്ദേഹത്തെ കൊന്നതാണെങ്കിലും അതിന് പിന്നിൽ ഭൂമാഫിയയും കോറി മാഫിയയും ഹവാല പണമിടപാടുകാരും റിയലിസ്റ്റ് മാഫിയയും മറ്റ് മുതിർന്ന ഉന്നതരായ പലരുടെയും കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അരുൺ K. വിജയനെ പിടിച്ച് 4 കുടച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായ വിവരം ഇതിൽ കിട്ടും. പക്ഷേ അരുൺ K. വിജയനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? ഒരു കളക്ടർക്ക് ഇടപെടേണ്ട സ്ഥാനത്ത് കളക്ടർ കൃത്യമായ ഇടപെടലുകൾ നടത്തിയോ? ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ആ സമയത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന PP ദിവ്യ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇത്രയും മോശമായി സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അവഹേളിച്ചിട്ട് ഈ ഉണ്ണാക്കനായ കളക്ടർ എന്തിനാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്? ശരീരഭാഷ ഇങ്ങനെയായിരുന്നു. പറയട്ടെ, കുറച്ചുകൂടെ കൊടുക്ക്, കുറച്ചുകൂടെ 4 കൂടെ അവന് കൊടുക്ക്, അവന് കിട്ടിയതൊന്നും പോരാ എന്നുള്ള രീതിയിലായിരുന്നു.
ആ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കളക്ടർക്ക് നവീൻ ബാബുവിനോടുള്ള പക എത്രമാത്രമായിരുന്നു എന്നുള്ളത്. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ തുടക്കം മുതൽ ആരോപിക്കുന്നത് ഈ കളക്ടർക്കെതിരെയുള്ള വിമർശനങ്ങളാണ്. കളക്ടർ തൻ്റെ ഭർത്താവിനെ മാനസികമായി പീഡിപ്പിച്ചു, മാനസിക സമ്മർദ്ദം കൊടുത്തു, വീട്ടിൽ പോലും വരാൻ സമ്മതിക്കാതെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു. ഇപ്പോൾ ദിവ്യ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ നവീൻ ബാബു CPI സംഘടനയിലെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. അതാണ് PP ദിവ്യയ്ക്ക് ദിവ്യക്കാട്ടിലും കൂടുതൽ സ്വാധീനമുള്ള CPIയിലെ ചില നേതാക്കൾ പറഞ്ഞത് നവീൻ ബാബു കേട്ടു എന്നുള്ള പകയാണ് ദിവ്യയ്ക്ക് നവീൻ ബാബുവിനോടുണ്ടായത്. തുടർന്നാണ് അവഹേളനത്തിലേക്ക് ദിവ്യയെ നയിച്ചതെന്നൊക്കെയാണ് പലരും പറയുന്നത്. ഒരു അപമാനം കൊണ്ടോ ഒരു അവഹേളനം കൊണ്ടോ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കളക്ടർ അരുൺ K. വിജയൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നവീൻ ബാബു ദിവ്യ വന്നിരുന്ന് എന്തെങ്കിലും വായി തോന്നിയത് പറഞ്ഞിട്ട് പോയി എന്ന് കരുതി ആത്മഹത്യ ചെയ്യാനുള്ള വിവരമില്ലാത്ത ഒരാളല്ല അദ്ദേഹം. നല്ല പക്വതയുള്ള ആളാണ്. അവിടെ ഒരു എന്താണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി CPMൻ്റെ അണികളടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദിവ്യയുടെ പ്രസംഗം, അതായത് ഇതൊരു കൊലപാതകമല്ല എന്ന് വരുത്തീർക്കാൻ വേണ്ടിയിട്ടാണ്. ദിവ്യയുടെ പ്രസംഗം കേട്ട് അതിൽ നിന്ന് മനംനൊന്ത് വന്ന ഈ ADM നവീൻ ബാബു രാത്രിയോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിക്കുന്നത് വല്ലാതെ കാണുകയും അതിൽ വല്ലാത്ത നാട് മൊത്തം തൻ്റെ ഇങ്ങനെ തന്നെ അപമാനിക്കുന്നത് കണ്ടു എന്നുള്ള വിഷമത്തിൽ തൻ്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ളവർ ഇത് കാണും. ആ രീതിയിലുള്ള വിഷമത്തിൻ്റെ പുറത്ത് ചെയ്തതായി കൂടെ എന്നുള്ള ക്യാപ്സ്യൂളുകൾ വരുന്നുണ്ട്. അതിലൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യന് ചിന്തിക്കാതിരുന്നുകൂടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹം രാത്രിയിൽ പുറത്തേക്ക് പോവേണ്ടതും ഈ വേറെ ഡ്രൈവറെ ഒഴിവാക്കി ഒരു സ്ഥലത്ത് ഇറങ്ങേണ്ടതും അവിടെ നിന്ന് അദ്ദേഹം എങ്ങോട്ട് പോയി എന്നുള്ളതും തിരിച്ച് അദ്ദേഹം വീട്ടിൽ വന്ന് വാതിൽ തുറന്നു വിട്ടുകൊണ്ട് രാവിലെ ഒരു എത്ര മണിക്ക് 6 മണിക്ക് എത്ര മണിക്കായിരുന്നു 5:30ക്കും 6 മണിക്കും ഇടയിൽ ആളുകളൊക്കെ സാധാരണ വരുന്ന സമയമാണ്. ആ സമയത്ത് വാതിൽ തുറന്നു വിട്ടുകൊണ്ട് തൂങ്ങി മരിക്കേണ്ടതുമായ അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. ഡ്രൈവർ ഷംസുദ്ദീൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? അദ്ദേഹത്തെ കണ്ടത് ഷംസുദ്ദീനാണ്. ഷംസുദ്ദീനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇന്ന സ്ഥലത്ത് ഇദ്ദേഹത്തെ ഇറക്കി, അദ്ദേഹം പിന്നെ എങ്ങോട്ട് പോയി എന്ന് എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഷംസുദ്ദീൻ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് ഷംസുദ്ദീന് നേരത്തെ അറിയാമായിരുന്നോ? കാരണം വീട്ടിൽ ചെന്നപ്പോൾ ഷംസുദ്ദീൻ എന്നും അദ്ദേഹത്തെ കാണുന്ന ഷംസുദ്ദീൻ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിളിച്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ഷംസുദ്ദീൻ അദ്ദേഹത്തെ അവസാനമായി മുനീശ്വർ കോവിലിന് മുന്നിൽ ഇറക്കിവിട്ട ഷംസുദ്ദീൻ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അകത്തേക്ക് കയറാൻ ഭയന്നത്? തൊട്ടടുത്തുള്ള എൻജിനീയറെ വിളിച്ച് പിന്നെ കളക്ടറുടെ ഗൺമാനെ വിളിച്ചുമാണ് ഷംസുദ്ദീൻ പിന്നെ നവീൻ ബാബുവിൻ്റെ വീടിന് ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് കയറിയതെന്ന് പറയുന്നു. ഡെയിലി നവീൻ ബാബുവിനെ കാണുന്ന ഷംസുദ്ദീൻ അന്ന് മാത്രം നവീൻ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിൽ കയറാൻ എന്തിനാണ് ഭയം തോന്നിയത്? അത് വളരെ കൃത്യമായൊരു ചോദ്യമാണ്. കാരണം എല്ലാ ദിവസവും ഞാൻ ധന്യയുടെ ഡ്രൈവർ ആണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീടിൻ്റെ അടുത്തേക്ക് വരികയും വണ്ടി നിർത്തുകയും ധന്യയെ വിളിക്കുകയും ചെയ്യും. ഡ്രൈവറൊക്കെ ആണെങ്കിൽ കൃത്യമായി നമ്മുടെ ഉള്ളിൽ കടന്ന് വന്ന് യാത്ര പോകാനുള്ള സൗകര്യമോ ബാഗ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെ യാതൊരു കാര്യത്തിനും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെയാണ് സാധാരണ ഡ്രൈവർമാർക്ക് ചെയ്യാറ്. പക്ഷേ നവീൻ ബാബു വാതിൽ തുറന്നിട്ട് കൊണ്ട് മരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം വീട്ടിൽ കയറാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ എഞ്ചിനീയറെ വിളിച്ചിട്ട് ഗൺമാനെ വിളിച്ചിട്ടുമൊക്കെയാണ് പോയിട്ടുള്ളതെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ശംസുദ്ദീൻ ഒന്നുകിൽ അദ്ദേഹത്തിന് അജ്ഞാത കഴിവുകളെന്തോ ഉണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് കാണാനുള്ള. നവീൻ ബാബു ആത്മഹത്യ ചെയ്യും, അതുകൊണ്ട് ആ വീട്ടിലേക്ക് താൻ കയറി ചെല്ലാൻ പാടില്ല എന്നുള്ള ഒരു മുൻവിധി അല്ലെങ്കിൽ ഉൾവിളി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അകത്തേക്ക് കയറി പോകാത്തത്. എന്തായാലും ഒരുപാട് സംശയങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനുണ്ട്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുണ്ട്. ഇതൊക്കെ നീതി കിട്ടാൻ പോകുന്ന കാര്യങ്ങളല്ല. നമ്മളിവിടെ ഇരുന്ന് ഘോരഘോരം നവീൻ ബാബുവിന് വേണ്ടി സംസാരിക്കും. മാധ്യമങ്ങളിൽ നവീൻ ബാബുവിന്റെ വാർത്തയില്ല എന്നുള്ളതാണ്. കാരണം ഇന്നലെ മൊഴിയെടുക്കാൻ എത്ര ദിവസത്തിന് ശേഷമാണ് ഒക്ടോബർ 15-ാം തീയതി മരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് മൊഴിയെടുക്കാൻ പോകുന്നത്? ഇൻക്വസ്റ്റ് നടപടികൾ ഇത്ര വേഗം പൂർത്തിയാക്കിയത് എന്തിനു വേണ്ടിയാണ്? നവീൻ ബാബുവിൻ്റെ കുടുംബം വരാതെ, നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ വരാതെ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ആരാണ്? പക്ഷേ തന്നെ വേറൊരു കാര്യം കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിരന്തരമായി നവീൻ ബാബുവിൻ്റെ കാര്യം, അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളാണ്. നിരന്തരമായി എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ നവീൻ ബാബുവിനെ മറന്നോ?
ഇവർക്കിപ്പോൾ പാലക്കാട് ഇലക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇവരുടെ സ്ഥിരം പല്ലവിയായി മാറുന്നത്. ഇവർ നീതിക്ക് വേണ്ടി അങ്ങേയറ്റം ന്യായീകരിക്കുന്ന ചില മഹാരഥന്മാരായിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെയുള്ള നാട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെ വേണ്ടി വരുന്നു ഒരു മനുഷ്യന് നീതി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ പുച്ഛിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവരോടൊക്കെയാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബം കാണിച്ച ഒരു അബദ്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ ഒരു ആചാരപ്രകാരം അത്രയാണ്. ആ ഒരു ഷോക്കിൽ അവർക്കത് പറ്റിയിട്ടുണ്ടാവില്ല. അവരത് റീപോസ്റ്റ്മോർട്ടത്തിന് ഇനി പരിയാവരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണ്ട എന്നുള്ള തീരുമാനം അവർ കുറച്ചുകൂടി കടുപ്പിച്ചെടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെങ്കിലും അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞേനെ. എന്തായാലും കുറെ ഉന്നതന്മാർ രക്ഷപ്പെടും. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊന്നുകൊണ്ട് അവർ നേടിയതൊന്നും അധികകാലം നിലനിൽക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.